സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം വർഗീസ് എന്നയാളെ തെങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ കൊളുത്തി കിടക്കുകയായിരുന്നു. ലാഡർ പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാല് റിലീസായി തൂങ്ങി ആടുന്ന അവസ്ഥയിൽ ഞാൻ ഉടൻ തന്നെ മുകളിൽ കയറി അദ്ദേഹത്തെ തെങ്ങിനോട് ചേർത്ത് കെട്ടാൻ നോക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലും കൂടെ റിലീസായി എൻ്റെ മുകളിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു. ഏകദേശം 40 അടി ഉയരമുള്ള തെങ്ങായിരുന്നു. അദ്ദേഹത്തിന് ഒരു 65-70 കിലോയോളം ഭാരം വരും. പെട്ടെന്ന് നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഗുണം കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ എനിക്ക് പിടിച്ച് തെങ്ങിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീണ അദ്ദേഹത്തെ എൻ്റെ കാലിലും കയ്യിലുമായി പിടിച്ച് ആ ലാഡർ നേരെ കറക്റ്റായിട്ട് അദ്ദേഹത്തെ നിർത്താൻ പറ്റി. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ കൃത്യമായിട്ട് ലാഡർ പിടിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ താഴത്തു നിന്ന് ലാഡർ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ലൈസാറ് റോപ്പിൽ അയാളെ ഹാങ് ചെയ്യുന്ന നിമിഷം നമ്മൾ കൂടെ ഒരാളും കൂടെ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നിക്കൊണ്ട് നമ്മൾ ആ സമയത്തേക്ക് ഞാൻ താഴെ നിന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ലാഡർ നേരെ മുകളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ലജി സാറ് ആ പുള്ളീനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം പുള്ളി അത്രയും നേരം തലകീഴായി കിടന്നുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ക്ഷീണിതനായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കാല് പരിക്കും മുറിവുണ്ടായിരുന്നു. അപ്പോൾ ആ തൂങ്ങിയുന്ന പുള്ളീനെ ഞാൻ ഷോൾഡറിൽ താങ്ങി പുള്ളീനെ സേഫായിട്ട് ലാഡറിലേക്ക് പുള്ളിയുടെ കാല് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് നിർത്തിച്ചു കൊടുത്ത് അത് പിന്നെ അവിടെ നിന്ന് തന്നെ പുള്ളി ഭയങ്കര ടയർഡായതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ടൈം കൊടുത്ത് പിന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പുള്ളിയുടെ കാല് രണ്ടും നമ്മൾ ലാഡറിൽ കൃത്യമായിട്ട് പിച്ച് ചെയ്യിച്ച് രജിസാറ് ശേഷം ലാഡർ മേളിൽ നിന്ന് റോപ്പിന് കെട്ടുകയും ഈ പുള്ളീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുള്ളീനെ താഴത്തേക്ക് നമ്മൾ ഇറക്കാനുള്ള നടപടി ആരംഭിച്ചു. അപ്പോൾ പുള്ളി റിലാക്സ് ആയെന്ന് നമുക്ക് മനസ്സിലായ ശേഷം പുള്ളീനെ സാവധാനം നമ്മൾ പുള്ളീനെ കൊണ്ട് തന്നെ പുള്ളിക്ക് ധൈര്യം കൊടുത്ത് പുള്ളീനെ ലാഡറിന് താഴത്തേക്ക് നമ്മൾ ഇറക്കുകയാണ്. അഥവാ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ അല്ല നമ്മൾ കയറുന്ന ടൈമിനുള്ളിൽ തന്നെ പുള്ളി താഴത്ത് വീഴാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഈ താഴെ നമ്മുടെ ജീവനക്കാർ അതൊരു ബി പ്ലാൻ എന്ന നിലയിൽ നമ്മളുടെ കയ്യിലുള്ള വല ഫുള്ളായിട്ട് വിരിച്ച് തെങ്ങിന് താഴെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് വെച്ചാൽ എസ് ടി ഒ സ്റ്റേഷൻ ഓഫീസർ ശ്രീകുമാർ സാറ്, പിന്നീട് ASTO റാങ്കിലുള്ള സനൽ സാറ്, പിന്നെ ഫയർമാൻമാരായിട്ടുള്ള സുബിൻ, ഉണ്ണി, ഷുമാരായിട്ടുള്ള പ്രേമൻ, ഡോൺ ബോസ്കോ, പിന്നെ നമ്മുടെ പ്രസു എസ് ദർശൻ, ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ആ കോളിനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വല വിരിച്ചെങ്കിൽ പോലും നമ്മളുടെ ഭയം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ 40 അടി 50 അടിയോളം ഉയരത്തിൽ നിന്ന് ഒരാൾ താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ സെക്കൻഡറി ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് നമ്മൾ വല വിരിച്ചത്. കാര്യം അദ്ദേഹത്തിൻ്റെ കാല് തൂങ്ങി ആടുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആ മെഷീനിൽ കുടുങ്ങിയ കാല് 2 കാലും മെഷീനിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ ചെന്ന സമയത്ത് ഒരു കാല് അദ്ദേഹത്തിൻ്റെ എങ്ങനെയോ റിലീസായി പോയി. അപ്പം തൂങ്ങി ആടുന്ന അവസ്ഥയിലായിരുന്നു. നാട്ടുകാരൊക്കെ ശരിക്കും അയാളെ വീണ സമയത്ത് നാട്ടുകാർ അമ്മേ ദേവിയെ എന്നൊക്കെ വിളിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പേടിച്ചു പോയൊരു സന്ദർഭമാണത്. അപ്പം നിലവിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് കൂടുതലും നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ കാല് ഹോൾഡ് ചെയ്ത് ലാഡറിൽ വെക്കുക എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പാട് തന്നെയാണ്. കാര്യം 70 കിലോ ഉള്ള ഒരാളാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മളെ മുകളിലേക്ക് വീഴുന്നത്. അവിടെ നിന്ന് നമ്മൾ ആ കാല് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലായിരുന്നെങ്കിൽ 2 പേരും കൂടി ആ വലയ്ക്കകത്ത് വീഴുകയുള്ളൂ. വലയ്ക്കകത്ത് വീഴുന്ന സാധനമായ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയും മേളിൽ നിന്നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ 40 അടി 50 അടിയോളം ഉയരത്തിൽ നിന്നായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഞങ്ങൾ ചെല്ലുമ്പം നമുക്ക് ഇറക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും. അതായത് ഇവർ സേഫ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്, നല്ല പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് ഉപയോഗിച്ചൊക്കെ ഇറക്കാനായിട്ടുള്ളൊരു സാവകാശം കിട്ടും. ഇതിനെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാവകാശമൊന്നും കിട്ടിയില്ല. ആദ്യം ചെല്ലുന്ന ആ സമയത്ത് തന്നെ ഒരു കാല് അദ്ദേഹത്തിൻ്റെ വിട്ടുപോയി. വീണ്ടും രണ്ടാമത് നമ്മൾ പിന്നീട് നമുക്ക് വേറെ ആലോചന അല്ലെങ്കിൽ എങ്ങനെ ഇറക്കണം ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ചെന്ന് അദ്ദേഹത്തെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാഡർ ചാരി ലാഡർ കെട്ടാനുള്ളൊരു സമയം പോലും ആ സമയത്ത് നമ്മൾ എടുത്തില്ല. നമ്മൾ നേരെ അദ്ദേഹത്തെ കെട്ടി സേഫാക്കാനാണ് നോക്കിയത്. പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ കെട്ടി സേഫാക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ലാഡറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മെഷീനിൽ നിന്ന് കൊളുത്തൂരി അദ്ദേഹം താഴേക്ക് വലിക്കുന്നത്. ശരിക്കും ഒരു കെട്ടാനായിട്ട് ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ ആ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കാര്യം അദ്ദേഹം 3/4 മണിക്കൂറോളമായിട്ട് അദ്ദേഹം തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്
ഒരു തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നതിനും പുള്ളിക്കൊരു ഇതുണ്ട്. പുള്ളി ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു, സാറേ എനിക്ക് തീരെ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങണം, എങ്ങനെയും നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം കൂടി ഇത് കെട്ടുന്നവരെ ചേട്ടൻ ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ അത് പറ്റില്ല. നമ്മൾ ആ മെഷീൻ ഇളകുമ്പോഴാണ് നമ്മളുടെ കാല് അതിൽ നിന്ന് റിലീസായി പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇളകിയതുകൊണ്ടാവാം അങ്ങനെ പോകുന്നത്. പക്ഷേ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റി, കയ്യിൽ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ദൈവാനുഗ്രഹവും ഒരു സേനയുടെ വിജയവും എന്ന് പറയുന്നത്.